നമസ്കാരം. എപ്പോഴും പുതിയ അറിവുകൾ തേടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയൊരു വിശദീകരണത്തിലേക്ക് സ്വാഗതം. നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് വളരെ ഗഹനമായ എന്നാൽ അത്ര തന്നെ രസകരമായ ഒരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. യുഗർഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി രചിച്ച 1970 ഏപ്രിലിലെ അഖണ്ഡ ജ്യോതി മാസികയുടെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. ഇതൊരു സാധാരണ വായനയല്ലാട്ടോ. ഹിന്ദി അഖണ്ഡ ജ്യോതിയുടെ വളരെ ലളിതമായ ഒരു സംഗ്രഹമാണിത്. മനുഷ്യ മനസ്സിനെ ആത്മീയതയുടെ ഉന്നത തലങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ നമ്മളിതിലൂടെ മനസ്സിലാക്കും. അപ്പൊ തുടങ്ങാമല്ലേ? കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഇന്നത്തെ നമ്മുടെ പഠനത്തെ പ്രധാനമായും 6 ഭാഗങ്ങളായി തിരിക്കാം. 1. ദിവ്യപ്രേമത്തിന്റെ അടിസ്ഥാനം. 2. സൂക്ഷ്മശക്തികളുടെ ശാസ്ത്രം. 3. മാനസികാവസ്ഥയുടെ ഉന്നമനം. 4. നിഷ്കാമകർമ്മത്തിന്റെ ശക്തി. 5. നമ്മുടെ പവിത്രമായ കടമ. ഒടുവിൽ ഈ അഖണ്ഡ ജ്യോതിയുടെ ഒരു സംഗ്രഹം. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പരമാർത്ഥത്തിന് ആത്മോന്നതി അനിവാര്യമാണ് എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെങ്കിൽ, അതായത് യഥാർത്ഥ നിസ്വാർത്ഥ സേവനം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ ശക്തമായ ഒരു ആത്മീയ ഉണർവുണ്ടാകണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഓടി നടക്കാറുണ്ട് അല്ലേ? പക്ഷേ നമ്മുടെ സ്വന്തം മനസ്സ് അശാന്തമാണെങ്കിലോ ആ സഹായം ഒരിക്കലും പൂർണ്ണമാകില്ല. നമ്മൾ സ്വയം ഉയർന്നാൽ മാത്രമേ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താൻ സാധിക്കൂ എന്ന് ആചാര്യജി വളരെ വ്യക്തമായി പറയുന്നു. അപ്പോ നമ്മുടെ ഒന്നാമത്തെ ഭാഗം ദിവ്യപ്രേമത്തിന്റെ അടിസ്ഥാനം, അഥവാ അസ്തിത്വത്തിന്റെ വൈകാരിക വേരുകൾ. ആത്മീയത എന്ന് പറയുമ്പോൾ പലർക്കും കർശനമായ ചില നിയമങ്ങളും ആചാരങ്ങളുമാണ് ഓർമ്മ വരിക. എന്നാൽ അതല്ല സത്യം. മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ ദിവ്യമായ സ്നേഹവുമായാണ് രചയിതാവ് ഇവിടെ ബന്ധിപ്പിക്കുന്നത്. യഥാർത്ഥ ആത്മീയ സാധനയുടെ വൈകാരികമായ അടിത്തറ തന്നെ ഈ ദിവ്യപ്രേമമാണ്. കേവലമായ ആചാരങ്ങൾക്കപ്പുറം സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയമാണ് ആത്മീയതയുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. സ്നേഹമില്ലാത്ത ഒരു ഹൃദയത്തിൽ ഈശ്വരന് വസിക്കാൻ കഴിയില്ല എന്ന വലിയ സത്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം ആത്മീയ ദാഹം എന്താണ്? ഫിലോസഫി അഥവാ ദർശനം എന്നത് വെറുമൊരു ബുദ്ധിപരമായ വ്യായാമമല്ലട്ടോ. അഖണ്ഡ ജ്യോതി നമ്മളോട് പറയുന്നത് ദർശനം നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നാണ്. നമ്മൾ എന്തിനാണിവിടെ ജനിച്ചത്? എന്താണ് നമ്മുടെ ലക്ഷ്യം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ആത്മീയദാഹം ശരിക്കും മാറുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. സൂക്ഷ്മശക്തികളുടെ ശാസ്ത്രം, അതായത് ആത്മാവിന്റെ അദൃശ്യമായ പ്രവർത്തന രീതികൾ. പുരാതന ഭാരതീയ തത്വചിന്തയെ ആധുനിക ശാസ്ത്രവുമായി ആചാര്യജി എത്ര മനോഹരമായാണ് യോജിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ആണവ വിശകലനം, മന്ത്രങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദതരംഗങ്ങളുടെ അപാരമായ ശക്തി, ഇതൊക്കെ അദ്ദേഹം ഇതിൽ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നുണ്ട്. ഇതൊരു വെറും അന്ധവിശ്വാസമല്ല, മറിച്ച് അദൃശ്യമായ ഊർജ്ജതന്ത്രമാണ്. ഓരോ മന്ത്രവും ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അണുക്കളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അദ്ദേഹം വരച്ചു കാണിക്കുന്നത് കേട്ടാൽ ശരിക്കും നമ്മൾ ഞെട്ടും. ഈ സൂക്ഷ്മശാസ്ത്രത്തെ ഗംഗാജലത്തിന്റെ വിശുദ്ധിയുമായാണ് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതെങ്ങനെ സാധിക്കുമെന്ന്? ഭൗതികമായ ഒരു തുഴയുമല്ലാതെ കേവലം ആഴത്തിലുള്ള വിശ്വാസവും ആത്മീയ ഊർജവും മാത്രം വെച്ചുകൊണ്ട് ജീവിതമെന്ന നൗകയെ വിജയത്തിന്റെ തീരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ വിശ്വാസമാണ് ഏറ്റവും വലിയ ഊർജ്ജമായി മാറുന്നത്. മൂന്നാമത്തെ ഭാഗം നമുക്ക് എല്ലാവർക്കും നിത്യജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്: മാനസികാവസ്ഥയുടെ ഉന്നമനം, അഥവാ പ്രായോഗിക ആത്മീയ മനഃശാസ്ത്രം. ഒരാൾ നമ്മളെ വിമർശിച്ചാല് നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യാ? നമ്മുടെ ഈഗോയെ വ്രണപ്പെടുത്തുന്ന ഒരു വലിയ അപമാനമായി നമ്മളതിനെ കാണും, അല്ലേ? എന്നാൽ അതിനെ നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു തന്ത്രപരമായ വിമർശനമായി അല്ലെങ്കിൽ ഒരു യുക്തിയായി കണ്ടാലോ? ഈ വ്യത്യാസം തിരിച്ചറിയാൻ നല്ല മാനസിക പക്വത വേണം. ഒരു വ്യക്തി തന്റെ ഈഗോയെ മാറ്റിവെച്ച് തനിക്ക് കിട്ടുന്ന വിമർശനങ്ങളെ സ്വന്തം സ്വഭാവം മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി കാണാൻ തുടങ്ങിയാൽ അവിടെ തുടങ്ങുകയാണ് നമ്മുടെ യഥാർത്ഥ ആത്മീയ വളർച്ച. അതുപോലെ തന്നെയാണ് അസൂയയും. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്കൊരു അസൂയ തോന്നാറില്ലേ? ആ വിഷലിപ്തമായ വികാരത്തെ എങ്ങനെ വലിയൊരു പ്രചോദനമാക്കി മാറ്റാമെന്ന് അഖണ്ഡ ജ്യോതി നമ്മെ പഠിപ്പിക്കുന്നു. അസൂയ നമ്മളെ മാനസികമായി തളർത്തുകയുള്ളൂ. പകരം അയാൾക്ക് സാധിച്ചത് എനിക്കും സാധിക്കും എന്നൊരു പോസിറ്റീവായ ഊർജ്ജമായി അതിനെ മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതാണ് യഥാർത്ഥ മാനസിക ഉന്നമനം. മനുഷ്യ മനസ്സിനെ വേട്ടയാടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ്
അനാവശ്യമായ വിഷാദവും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പേടിയും, അതായത് വ്യാമോഹങ്ങൾ. ഇതിനൊരു ഒറ്റമൂലിയുള്ളൂ: സദാചാരത്തിന്റെ ശക്തി. നല്ല കാര്യങ്ങൾ ചെയ്യുക, സത്യസന്ധമായി ജീവിക്കുക. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആന്തരികമായ ധൈര്യമുണ്ട്. അത് ഈ ഭയങ്ങളെയും വിഷാദങ്ങളെയും വേരോടെ പിഴുതെറിയും. ഇത് തീർച്ചയാണ്. നാലാമത്തെ ഭാഗം നിഷ്കാമ കർമ്മത്തിന്റെ ശക്തി. ആത്മീയ ഉന്നമനത്തിന്റെ പൂർണ്ണത എന്ന് തന്നെ ഇതിനെ പറയാം. നിഷ്കാമകർമ്മയോഗം വാക്ക് കേൾക്കാൻ വളരെ ഗാംഭീര്യമുള്ളതാണെങ്കിലും കാര്യം സിമ്പിളാണ്. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തിൽ യാതൊരാഗ്രഹവുമില്ലാതെ സ്വന്തം കടമകൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ നല്ല പാടാണല്ലേ? എങ്കിലും കർമ്മം ചെയ്യുക എന്നത് നമ്മുടെ ധർമ്മമാണെന്നും അതിന്റെ ഫലം പ്രപഞ്ചത്തിൽ അർപ്പിക്കുകയാണെന്നും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോ കർമ്മങ്ങൾക്കും ഒരു പ്രത്യേക ദിവ്യത്വം കൈവരും. എപ്പോഴും സമൂഹത്തിന്റെ തകർച്ചയെക്കുറിച്ചും നാശത്തെക്കുറിച്ചും മാത്രം സംസാരിച്ചിട്ടെന്താ കാര്യം? അതിന് പകരം പരസ്പര സഹകരണത്തിലൂടെ മാനവികതയ്ക്ക് ജീവൻ നൽകാൻ വരൂ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊരു വലിയ ആഹ്വാനം ഈ ലേഖനം നൽകുന്നുണ്ട്. വെറുതെ പരാതി പറഞ്ഞിരിക്കാതെ എന്റെ ചുറ്റുമുള്ള കുറച്ചുപേർക്കെങ്കിലും ഒരു നല്ല ജീവിതം നൽകാൻ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നമ്മൾ 5ാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ പവിത്രമായ കടമ, വിചാരക്രാന്തിക്കായുള്ള സമർപ്പണം. യഥാർത്ഥ പൂജ അല്ലെങ്കിൽ ആരാധന എന്നത് എന്താണെന്നറിയാമോ? അത് വെറുമൊരു ചടങ്ങല്ല. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, ലോകത്തിന്റെ മായകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പഠിക്കുക, യുഗനിർമ്മാണത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുക. ഇതാണ് അഖണ്ഡ ജ്യോതി പറയുന്ന യഥാർത്ഥ പൂജ. അതുപോലെ തന്നെ വിചാരക്രാന്തിയുടെ അഥവാ ചിന്താവിപ്ലവത്തിന്റെ ദീപശിഖ നാം നെഞ്ചിലേറ്റേണ്ടതുണ്ട്. നമ്മളെ പൂജാമുറിയിൽ ചെലവഴിക്കുന്ന സമയം മാത്രമല്ല, നമ്മുടെ ഓരോ പ്രവൃത്തിയും മാനവികതയുടെ നെന്നയ്ക്കായി മാറുമ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത്. അവസാനമായി 6ാമത്തെ ഭാഗം, അഖണ്ഡ ജ്യോതിയുടെ സംഗ്രഹം. നമ്മൾ ഇതുവരെ സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഈ 4 കാര്യങ്ങൾ എപ്പോഴും മനസ്സിലോർത്തു വയ്ക്കുക. 1. ദിവ്യപ്രേമമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. 2. നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങൾക്ക് ആണവ ശബ്ദ അധിഷ്ഠിതമായ അപാര ശക്തിയുണ്ട്. 3. നമ്മുടെ ഉള്ളിലെ അസൂയയെയും വിഷാദത്തെയും നമ്മൾ ബോധപൂർവം സദാചാരമാക്കി മാറ്റണം. 4. പ്രതിഫലേച്ഛയില്ലാത്ത നിഷ്കാമകർമ്മം ചെയ്യുക എന്നത് മാനവികതയോടുള്ള നമ്മുടെ കടമയാണ്. ആചാര്യ ജി പകർന്നു നൽകിയ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അപ്പോ എല്ലാം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ചിന്താവിപ്ലവത്തിന്റെ ഈ ദീപശിഖ ഇന്നു മുതൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത്? ഇത് വെറുതെ കേട്ടുമറക്കാനുള്ളതല്ല കേട്ടോ. ഈ ആത്മീയ ഉണർവ് നിങ്ങളുടെ കർമ്മപദത്തിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സ്വയം ചിന്തിക്കുക. മാനവികതയുടെ നന്മയ്ക്ക് ഈ അറിവുകൾ നിങ്ങളെ പ്രാപ്തരാക്കട്ടെയെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളെ തേടിയെത്തട്ടെ. മറ്റൊരു വിശദീകരണവുമായി വീണ്ടും കാണാം. നന്ദി.